വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി മലയാള സിനിമാ ലോകം. കേരളത്തിന്റെ അഭിമാനം ഇന്ത്യ മുഴുവൻ ഉയർത്തി ഏറ്റവും നല്ല ഇടപെടൽ നമ്മുടെ സിനിമാ രംഗത്തെ ആൾക്കാർ കാഴ്ചവെച്ചു. മമ്മൂക്കയും മോഹൻലാലിന്റെ മകളും കുഞ്ചാക്കോ ബോബനും ആസിഫ് അലിയും ടോവിനോയും ദുൽഖർ സൽമാനും പാർവതി തിരുവോത്തും ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവരാണ്, വ്യത്യസ്ത പാർട്ടികളിലുള്ളവരാണ്. ചിലർ സെന്റർ ആണ്, ചിലർ സെന്റർ ടു ലെഫ്റ്റ് ആണ്, ചിലർ ലെഫ്റ്റ് ആണ്. പക്ഷേ ഇവരെല്ലാം ഒരുമിച്ച് ഈ രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടി സംസാരിച്ചത് മലയാളത്തിന് അഭിമാനമാണ്, മലയാണ്മയ്ക്ക് അഭിമാനമാണ്, കേരളത്തിൽ അഭിമാനമാണ്. നമുക്ക് ഓരോരുത്തരുടെയും പ്രതികരണം പെട്ടെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നത്, എല്ലാവരും ഒരേപോലെ അഭിനന്ദനം അർഹിക്കുന്നുണ്ടെങ്കിലും ഈ കൊച്ചു മിടുക്കിയാൽ ലാലേട്ടന്റെ മകളായ വിസ്മയ ആദ്യം തന്നെ ഈ വിഷയത്തിൽ ശക്തമായി വിസ്മയ ഒരു നിലപാട് ഉയർത്തിയത്. ലാലേട്ടന്റെ താഴെ, ലാലേട്ടനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ ഒക്കെ ഉണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. പക്ഷെ അതിന്റെ താഴെ ഒരാൾ എഴുതിയിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്, ലാലേട്ടാ വീട്ടിലൊരു പുലിക്കുട്ടി ഉണ്ടായിരുന്നു അറിഞ്ഞില്ല. ആ വിസ്മയ ഉത്തരവാദിത്തത്തോടെ വളരെ പക്വവും മിതവുമായി ഒരു നിലപാടാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കരുത്, അവർ പറയുന്നത് കേൾക്കാൻ നമുക്ക് കഴിയണം എന്ന്. ഓരോരുത്തരും അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉള്ള നിലപാട് തന്നെയാണ് എടുത്തത്. കാരണം ഈ പ്രതിഷേധിക്കുന്ന കുട്ടികൾ നിങ്ങളുടെയും എന്റെയും മക്കൾക്ക് വേണ്ടിയാണ് പ്രതിഷേധിക്കുന്നത്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് പ്രതിഷേധിക്കുന്നത്. മമ്മൂക്കയുടെ റെസ്പോൺസ് നമുക്കൊന്ന് വായിക്കാം. യൂത്ത് ആണ് യഥാർത്ഥത്തിൽ ട്രഷർ, നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് നമ്മുടെ യുവാക്കളാണ്. അവരുടെ ശബ്ദം നമ്മൾ കേൾക്കണം, അവരുടെ വോയിസ് നമ്മൾ കേൾക്കണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അവരെ എംപവർ ചെയ്യണം എന്ന് മമ്മൂട്ടി അസന്നിഗ്ധമായൊരു നിലപാട് അതിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവർക്കെതിരെ എല്ലാം ഉണ്ടായ സൈബർ അറ്റാക്കുകൾ നമുക്ക് നോക്കാം. താഴെ ഒരുപാട് കേശവൻ മാമന്മാർ കിടന്ന് വിളയാടുന്നുണ്ട്, അത് പോട്ടെ. പക്ഷേ ആ ശക്തമായ രീതിയിൽ അവർക്ക് അവരുടെ നിലപാട് പറയാൻ കഴിയുന്നത് രാജ്യസ്നേഹം ഉള്ളത് കൊണ്ടാണ്, ഈ വിഷയം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തംബ്നെയിൽ തന്നെ ഇതിന് കൊടുത്തത്, പാട്രിയോട്ട് വേഴ്സസ് രാജ്യസ്നേഹി. പാട്രിയോട്ട് എന്ന സിനിമയിൽ മമ്മൂക്കയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യാര് സാർ, പോലീസാ ടെററിസ്റ്റാ? അപ്പൊ മമ്മൂട്ടി പറയുന്നുണ്ട് പാട്രിയറ്റ്. അതിലാണ് ഏറ്റവും സ്റ്റൈലന്റ് ഡയലോഗ് ഉള്ളതിൽ, നിങ്ങൾ പോലീസുകാരനാണോ അതോ നിങ്ങൾ ടെററിസ്റ്റ് ആണോ? രണ്ടുമല്ല, ഞാൻ രാജ്യസ്നേഹിയാണ്, പാട്രിയോട്ടാണ്. ആരാണ് പാട്രിയോട്ട്? ഒരു പാട്രിയോട്ട് എന്ന് പറഞ്ഞാൽ തന്റെ രാജ്യത്തിന് വേണ്ടി സർക്കാരിനെതിരെ നിലപാടെടുക്കാൻ കഴിയുന്നവനാണ് പാട്രിയോട്ട്. പാട്രിയോട്ട് ഈസ് എ പേഴ്സൺ ഹു ക്യാൻ ഡിഫെൻഡ് ഹിസ് നേഷൻ അഗൈൻസ്റ്റ് ഹിസ് ഗവൺമെന്റ്. ഗവൺമെന്റ് അല്ല, അത് ഒരു ഗവൺമെന്റും അല്ല, മോദി ഗവൺമെന്റും അല്ല, ഇന്ദിരാ ഗവൺമെന്റും അല്ല, ലോകത്തിലെ ഒരു ഗവൺമെന്റും അല്ല രാജ്യം. ഭരണകൂടം, സർക്കാർ എന്ന് പറയുന്നതും രാജ്യം എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. തീവ്ര വലതുപക്ഷവാദികൾക്ക് അത് മനസ്സിലാവില്ല. അതായത് ഭരണമാണ് രാജ്യം എന്ന് വിചാരിക്കും, മിസ്റ്റർ ഇന്ത്യ മോദിജി എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, മിസ്സസ് ഇന്ത്യ നമ്മുടെ ഇന്ദിരാഗാന്ധിയുമല്ല. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് ഇന്ദിരയാണ് ഇന്ത്യ എന്ന് വിശ്വസിച്ചിരുന്നവരുണ്ടായിരുന്നു, അത് തെറ്റാണ്. അതേപോലെ മോദിജിയാണ് ഇന്ത്യ എന്ന് വിശ്വസിക്കുന്നുണ്ട്, അത് തെറ്റാണ്. മോദിജി അടക്കമുള്ളവർ വിമർശിക്കപ്പെടാൻ കഴിയണം. അപ്പോ അടുത്തത് നമ്മുടെ ആസിഫ് അലിയുടെ നിലപാടാണ്. ആസിഫ് അലിയുടെ നിലപാടും വളരെ വ്യക്തമാണ്. എത്ര കൃത്യമാണ് അവരുടെ സാമൂഹിക രാഷ്ട്രീയ ബോധ്യം എന്നുള്ളതാണ്. ഡൽഹിയിലും രാജ്യത്തുടനീളവും നടക്കുന്ന സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും ഈ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങൾ കൂടിയാണ്. അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവർക്കൊപ്പം അണിചേരേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയുമാണ്. ഗംഭീരമായ സാധനം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അവർക്കൊപ്പം അണിചേരേണ്ടത് ഈ പൊതുസമൂഹത്തിന്റെ കടമയാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ടോവിനോ ആ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കരുത്, പറയുന്നത് കേൾക്കണം, അവർ സമാധാനമായി പ്രതിഷേധിക്കാന്ന്. ടോവിനോക്കെതിരെയും വ്യാപകമായ സൈബർ ആക്രമണം, ശ്രീ കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള ആൾക്കാർ, ശ്രീ ദുൽഖർ അടക്കമുള്ള ആൾക്കാർ, ഇവരെല്ലാം ഈ രാജ്യത്തെ കുട്ടികളെ, ഇവരെല്ലാം വ്യത്യസ്ത ജാതി മത രാഷ്ട്രീയ വിഭാഗങ്ങളിൽ പെടുന്നവരാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ നന്മ ഓർത്തുകൊണ്ടാണ് അവർക്കങ്ങനെ പ്രതിഷേധിക്കാൻ കഴിയുന്നത്, പ്രതിരോധിക്കാൻ കഴിയുന്നത്. ഈ യുവാക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. എല്ലാവരുടെയും പ്രതികരണങ്ങൾ ഒരുപക്ഷെ നമ്മൾ കണ്ടു കാണും. പാർവതി പണ്ടേ നമുക്കറിയാം, ഒരു ലെഫ്റ്റ് ലിബറൽ സ്വഭാവമുള്ള ആക്ടിവിസ്റ്റ് ആണ്. എന്നാൽ ബാക്കി പല ആൾക്കാരും, കുഞ്ചാക്കോ ലെഫ്റ്റ് ലിബറൽ ഒന്നുമല്ല, കുഞ്ചാക്കോ കുറെ കൂടെ സെന്റർ നിൽക്കുന്ന ആളാണ്. ഓരോരുത്തർക്കും ഓരോ വിഭാഗങ്ങളാണ്, വ്യത്യസ്ത ജാതിയാണ്, വ്യത്യസ്ത മതമാണ്, വ്യത്യസ്ത രാഷ്ട്രീയമാണ്. പക്ഷേ ഇന്ത്യ എന്ന വികാരത്തിൽ ഒരുമിച്ച് നിന്ന് അവർക്ക് പോരാടാൻ കഴിയും. ഞാനിപ്പം വരുന്നതിൽ അതായത് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ യഥാർത്ഥത്തിൽ എടുക്കുന്ന അവസരത്തിൽ സാക്ഷാൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, ക്രിക്കറ്റിന്റെ ദൈവമായ, ഇപ്പം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു പ്രതികരണവും കാണുകയുണ്ടായി. ആ പ്രതികരണത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നത് വളരെ സ്ട്രോങ് ആയി തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നത്, എൻ്റെ അച്ഛൻ ഒരു പ്രൊഫസർ ആയിരുന്നു, അദ്ദേഹം എനിക്ക് മെന്ററും ഗൈഡുമായിരുന്നു, അദ്ദേഹത്തിനടക്കമുള്ളവർ നമ്മളോട് പറയുന്നത് ചീറ്റിംഗ് തെറ്റാണ്, ഫെയിലിയർ ഈസ് ഓക്കെ, ചീറ്റിംഗ് തെറ്റാണ്, ഷോർട്ട് കട്ട് എടുക്കരുതെന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഒരുപാട് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്, അത് മനസ്സിലാക്കണം, അവരെ കേൾക്കണം. യങ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ഡ്രീം ആൻഡ് എനർജി. ആ യുവ സമൂഹത്തെ നമ്മൾ കേൾക്കുകയും മറ്റും വേണമെന്നാണ്. ആ യുവ സമൂഹത്തെ കേൾക്കാൻ കഴിയട്ടെ. മലയാള സിനിമാ ലോകത്തിന് അഭിനന്ദനം.